സ്പീക്കർക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവില്ല. ഇവിടുത്തെ അല്ല അവിടെ കേന്ദ്രത്തിൽ ഇടതുപക്ഷ ആവശ്യപ്പെടുന്ന രബീറ തന്നെ വേണോ? അന്ന് പിന്നെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് അംഗീകരിക്കാൻ ഒന്നുമില്ലയോ? ഒന്നുമില്ലയോ? പേടാന്നല്ലേ? അച്ചാച്ചൻ എന്നാ പോകുന്നത് ഒന്ന് ചോദിക്കേ. അത് നീ പറയണ്ടല്ലോ, അച്ചാച്ചനോട് ചോദിച്ചേ. അച്ചാച്ചനോട് ചോദിച്ചാണ് പോകുന്നത്. അല്ല നീ അച്ചാച്ചനോട് ചോദിച്ചു. അങ്ങനെ നീ അച്ചാച്ചനോടൊന്ന് ചോദിക്കും. അച്ചാച്ചൻ എന്നാ പോകുന്നത് ഇപ്പോഴൊന്ന് ചോദ്യം. ഓക്കെ, മലയാളത്തിൽ ചോദിച്ചാൽ മതി. മലയാളത്തിൽ ചോദിച്ചാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ 10-ാം തീയതി രാത്രി പാതിരാത്രിക്ക് പോകും. 12:10 AM 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ പോകും. അപ്പം 11-ാം തീയതി ആവും. അപ്പം പകരം രാത്രിയോ? തെന്നാം തീയതി 10-ാം തീയതി രാത്രി 12 മണിയാകുമ്പോൾ 10-ാം തീയതി കഴിഞ്ഞു. 12-1 ആകുമ്പോൾ 11-ാം തീയതി ആയി. അങ്ങനെ ഇംഗ്ലീഷ് 10-ാം തീയതി. അത് പുതിയ സ്ലാങ് അല്ലേ? വണ്ടിയാണ് ശരിയാക്കിയോ? ബൈക്കിന്റെ അവിടെ ചെന്ന് പറയാം, ഇത് ജെസിയുടെ അമ്മായിമ്മയാ, ഭാര്യയും ഒരു മോളും അവിടെ ഉണ്ട്. എൻ്റെ ഭാര്യയും മകളും അവിടെയാ. 2 വർഷത്തിന് മുമ്പ് വന്നു, അതുകൊണ്ട് ഇനി വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല. പിന്നെ 2 ആഴ്ച മുമ്പ് ഇവർക്കെല്ലാം ചിക്കൻ വന്നു. ആഗ്രഹമുണ്ട്, അവർക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ചിക്കൻ വന്നു, ചിക്കൻ ബോക്സ്. അവന് സുഖമായി, അവർക്ക് 2 പേർക്കും ചിക്കനാണ്. അതുകൊണ്ട് അവരെ കൊണ്ടുവന്നില്ല. ബുദ്ധിമുട്ട് തന്നെയല്ല, അസുഖമായിട്ട് ചിക്കൻ ബോക്സ് ആയിട്ട്. ചിക്കൻ ബോക്സ് മനസ്സിലായോ? 5 വയസ്സ് കഴിഞ്ഞു, 6 വയസ്സ്. സ്കൂളിൽ പോകണം. ഇതെല്ലാം പറഞ്ഞു മോള് പഠിക്കുക. ഞാൻ വന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിൽ വന്നത്. വന്നേ പിന്നെ ജോയമ്മയൊക്കെ സുഖമായിട്ട് അങ്ങ് വന്നു. പിന്നെ വന്നു കഴിഞ്ഞ പിന്നല്ലേ ചേട്ടത്തി മരിച്ചേ. ദുഃഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ പോന്നപ്പം. പിന്നെ ഞാൻ പിന്നെ വന്ന ഉടനെ ഈ ഞാൻ പോകുന്ന ശനിയാഴ്ച മോന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞില്ലേ, അതിന് എല്ലാവർക്കും ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇച്ചിരി പരിപാടിയൊക്കെ തയ്യാറാക്കാൻ അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു.
അതുകൊണ്ട് ഈ മരിച്ചതിന്റെ ദുഃഖമൊക്കെ അങ്ങ് മറന്നുപോയി. അല്ല, അറിഞ്ഞു 1-2 ദിവസം കരച്ചിലും ഒക്കെ ആയിരുന്നു, വലിയ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇതൊക്കെ ആയതുകൊണ്ട് ഇതിന് അവര് പോയത് വിവരം എന്നെ അറിയിക്കാഞ്ഞോണ്ട് എനിക്ക് ഇതുവരെ എഴുത്തൊന്നും വന്നില്ല. പിന്നെ അമ്മണി മരിച്ചപ്പോ അവിടെ പോയപ്പം ടെലിഗ്രാം വന്നെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചു. പിന്നെ അവരൊക്കെ സുഖമായിരിക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ടെ അന്നേരം അവന് നല്ല സുഖമില്ലായിരുന്നു. മോന് അവന് മൂക്കിൽ കൂടെ ബ്ലഡ് വരിക. ഇപ്പോഴും അത് കുറവുണ്ട്. അമ്മമ്മ വരുന്നതിന് മുമ്പേ അതൊക്കെ നിന്ന് സുഖമുണ്ട്. അവന് പനിയായിരുന്നു. പനി എപ്പോഴും ചീറ്റി അവിടുന്ന് ബ്ലഡ് വന്നു. അത് പിന്നെ ഈ ബ്ലഡ് തിന്നായതുകൊണ്ട് ഞാൻ കണ്ടപ്പോ അവന് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവനങ്ങനെ ഇത് പോകുമ്പോഴേ അപ്പോഴത്തെ കുഞ്ഞിന് അങ്ങ് വിഷമിക്കും. എനിക്കങ്ങ് വിഷമായിരുന്നു. രാത്രി ഇവൻ എന്നാ ചെയ്യും, അവളും ഇവിടെ എനിക്കങ്ങ് പനിയും പിടിച്ചു. ഒരു ദിവസം ഒരു മോടെ ഫോൺ വരാഞ്ഞപ്പോഴത്തേക്ക് ആകെ അച്ഛൻ ആകെപ്പാടെ ഇല്ല വേണ്ട. ഇപ്പൊ ഒരു ഫർലോങ് എവിടുന്നായിരുന്നു? നമ്മള് ഇടുക്കള മാപ്പിളയെ അറിയാമോ? ഇടുക്കള മാപ്പിള കണ്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ നമ്മൾ ഈ റോഡ് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ചോറുണ്ട് കഴിഞ്ഞ് ഉടനെ കാപ്പിയും കുടിച്ചു, എല്ലാം കുടിച്ചു. അതുകൊണ്ട് ഇപ്പം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം കണ്ടു അവിടെ ചെന്ന് വിവരം പറയാൻ പിന്നെ കുഞ്ഞുഞ്ഞിനോടും ജോയമ്മയോടും ബിജുവിനോടൊക്കെ എന്താ പറയണം, വല്ലതും പറയണമെങ്കിൽ പറഞ്ഞേര്. അതുപോലെ അവരങ്ങ് കേട്ടോളൂ. പോകുന്ന പോലെ ഇന്ന് ഒട്ടും ഞാൻ എവിടെയും വീഴുന്ന ഞാൻ ഓർത്തു. ഈ വലുത്തുകാലം അത്രേ ഉള്ളൂ. ഒരുത്തരുമില്ല. ഇവിടങ്ങളൊരു മനുഷ്യരോട് കിട്ടുകയല്ല. കൂടെ കൊണ്ടുവരിക, പെരക്കളികളെ കൂടെ കൊണ്ടുവരിക പേർഷ്യയില്. പിന്നെ ഇവിടെ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ദൈവം നോക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാനാ? പിന്നെ അങ്ങ് പോകരുതോ? അങ്ങ് പോരെ. വല്യപ്പന്മാരും എല്ലാവരും അവിടെ ഒരു സമ്മേളനം നമുക്ക് കൂടാം. ഇവരങ്ങ് വരിക. ഞങ്ങളൊക്കെ വരാം. ആരാധനയുണ്ട്. നിങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഞങ്ങൾക്കും അല്പം സ്വല്പം സമയമൊക്കെ കിട്ടും, സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം കുഞ്ഞുവെന്ന് പറയും, കുഞ്ഞിന് സമാധാനമുണ്ട്. അമ്മ ഇവിടെ കിടക്കുന്ന, അവരവിടെ കിടക്കുന്ന, അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു പോയെങ്കിൽ സമാധാനമുണ്ടോ? ഉടനെ പിന്നെ അവിടെ പടവില്ല. അത് അവിടെ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ. ഇവിടെ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാര്യം നമ്മള് അല്ല, ഇപ്പം അവിടെ പിള്ളേർക്ക് വല്ല അസുഖം വരും, അമ്മച്ചിക്കുള്ള വിഷമം ഒന്ന് അറിഞ്ഞാലോ എന്തുവന്ന് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും ഇവിടെ അമ്മയും വന്നോ ആങ്ങളെ ഇവള് കരഞ്ഞോണ്ട് പോയി. അത് ഓർക്കാൻ വയ്യ. കുഞ്ഞിൻ്റെ എങ്ങനെ ഇരിക്കുന്നു, ഇവൻ എന്ത് എന്തോ ഒരു രാത്രി കൊണ്ട് അങ്ങ് വിഷമം നല്ലതുപോലെ അങ്ങ് അനുഭവിച്ച് പനിയാണ്. അതുപോലെ അവരുടെയും ചിന്ത പോകുന്ന ഇതുപോലെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ട് എവിടെ ഹോസ്പിറ്റലിൽ പോയോ, അല്ലെങ്കിൽ വല്ലൊരു ഉണ്ടോ, ഇച്ചിരി കഞ്ഞി വെച്ച് കൊടുക്കാൻ വല്ലൊരു ഉണ്ടോ, അവിടെ ചിന്തിക്കുന്നതാ വല്ലൊരു അന്വേഷിക്കാനുണ്ടോ? ഇപ്പം പെങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവരറിഞ്ഞോ? അവര് വന്നോ? ഈ നമ്മുടെ ഈ പറമ്പിനപ്പുറത്തോ നമുക്കൊരു പറമ്പുണ്ട്. അവർക്ക് അവിടെ വീതം ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞു. എന്താ പറയണം? ബിജുവിനോട് എന്താ പറയണം? അപ്പൊ ഇപ്പൊ അവൻ കോളേജിൽ പോയി. കർത്താവ് ഇനി ഒരിക്കലും അത് വരാതിരിക്കേണ്ടതിന് കർത്താവ് കൃപയാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കുഞ്ഞ നന്നായിരിക്കുന്നല്ലേ? നന്നായിരിക്കുക. ഇവന്റെ കൂട്ടുകാരനാ. ഒന്ന് ചന്ന പഠിക്കുന്നേ അല്ലല്ല, ഇവൻ 10ലായതേ ഉള്ളൂ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ ആൺപിള്ളേരായിട്ട് കൂട്ടായ്മയില്ല. അതുകൊണ്ട് കൂട്ടായ്മ വരുമ്പം രണ്ടുപേരും വർദ്ധനം ഫെയ്ത്തോമിൽ തന്നെ. ഒരു ഫെയ്ത്തോം വാടകയ്ക്ക് എടുത്ത് അവിടെ ഈ സഹോദരിമാര് താമസിക്കുന്നു. അവിടെ അവിടെ ആണുങ്ങള് വർക്കേഴ്സ് കുറവാ. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാകുമ്പോ ആയിരിക്കാം, ആരെങ്കിലും വരുമ്പോ. ഇപ്പൊ ഇന്നാളി ഡാൻ വന്നായിരുന്നു ഒരു ശനിയാഴ്ച. അപ്പോൾ അന്നേരം കർത്തൃമേശ നടത്തി.
എന്നാ പിന്നെ ബീനയോട് വല്ലതും പറയണോ? ബീനായ മോളെ കാണാൻ അങ്ങനെ എനിക്ക് വലിയ കൊതിയാ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കാണാൻ. പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഞാൻ എന്തോ ചെയ്യാൻ. ഓക്കെ, എന്നാ ഞാൻ പറയാം. അതെന്താന്ന് പറയാം. എന്താ പേരെന്താന്ന് പറഞ്ഞേ? രൂപിത. എത്രല്ല പഠിക്കുന്നേ? 2-ല്. എവിടാ പഠിക്കുന്നത്? എവിടാ പഠിക്കുന്നത്? സ്കൂളിന്റെ പേരെന്തുവാ? ബദനി അക്കാഡമിയോ? അത് എവിടെയാ? എവിടെയാ അത്? വെണ്ണിക്കുളോ? ഓക്കെ, നീ പറഞ്ഞു. ഓക്കെ, അതൊക്കെ പറഞ്ഞു. 2-ലാന്നും വെണ്ണിക്കുളത്താന്നും ഒക്കെ പറഞ്ഞു. ബ്രദറിന്റെ പേരെന്തുവാ? പിന്നെ സിസ്റ്ററിന്റെ പേരോ? പിന്നെ ഈ പിന്നെ ഗ്രാൻഡ് ഫാദറിന്റെ പേരെന്തുവാ? അപ്പച്ചന്റെ പേരെന്തുവാ? ജോർജോ? ജോർജ് എവിടെ വീട്ടുപേരെന്താ? ഞങ്ങൾ അറിയുന്നില്ലല്ലോ. വീട്ടുപേരെന്താ ഇവിടെ? കമത്ത് പേരയ്ക്കല്ലേ? വല്യമ്മച്ചയുടെ പേരെന്തുവാ? വല്യമ്മച്ചയുടെ പേര് ചിന്നമ്മ. ചിന്നമ്മയാന്നാ നിൽക്കുന്നത്. ഇത് വല്യമ്മച്ചിയുടെ താരച്ചത് കിടക്കുന്നു. മമ്മിയുടെ പേരെന്തുവാ? അതാകെ ചുരുപടിയില്ലാതെ. മമ്മിയുടെ പേരെന്തുവാ? മമ്മി എന്നാന്ന് എന്താ വിളിക്കുന്നേ? ഡാഡിയുടെ പേരെന്തുവാ? രാജൻകുട്ടി ജോർജ്. മമ്മിയുടെ പേരോ? അതറിയതല്ലോ. എന്താ മോളെ പോയി തിരുവല്ല പിള്ളേരുടെ ഒരു ചേർക്കനോട്ടുണ്ട്. ഒരുത്തനെ പിന്നെ ജാംനഗർ പെണ്ണ് പള്ളിക്കുത്തി പാടിക്കുക. ജാംനഗർ അല്ല കുഞ്ഞു, അത് കുഞ്ഞിന്റെ ഇല്ല. റോസമ്മ. അതെ, രണ്ടാണ് ഒരു പെണ്ണ്. വർക്ക് ചെയ്യുന്ന ഒരു PC ജോർജ് പഞ്ചായത്തില്ല താമസിച്ചോണ്ടിരുന്നത്. പ്രസംഗിക്കാനൊക്കെ പോകും. വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാ. ഞങ്ങളുടെ ഏരിയയിലെങ്കിലും ഏരിയത്തോണ്ട് ഈ ഏരിയയെ കുറിച്ച്. എന്റെ പേരെന്തുവാ? ബിനു. എത്ര പഠിക്കുന്നു? 9-ലാ. I know how much he's shopping at night. എന്തുകൊണ്ട് അവിടോട്ട് കൊണ്ടുവച്ചേ? ഇറമ്പിലോട്ട് പിന്നെ ആ പാദത്തിലോട്ട് വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ അതങ്ങ് കഴുകി പോകും. അവിടെ വെച്ചേ. അതിന് കാലേലും ചെറുകേലും ചവിട്ടണേ. ഇതിന് വലിയ ഭാരമൊന്നും. അതിന് നല്ല ഭാരം ഉണ്ടായിരുന്ന കോഴിയാണ്. ഇപ്പൊ ഈ മഴ കൊണ്ട് നല്ല ഭാരം ഉണ്ടായിരുന്ന ഒരു കോഴി. അങ്ങനെ ഇരിക്കാൻ ഇച്ചിരി ഒന്ന് അന്നേരം ഒന്നുകൂടെ കാണാൻ പിന്നെ കാണാമോ? ഡാഡി എന്തോടുക്കുക അന്ന്? ഓൾറെഡി പറഞ്ഞു. എനിവേ മതി. തൻ്റെ ഇവിടെ ഇവിടെ തൻ്റെ ഇവിടെ ഇങ്ങനെ മനസ്സിലായി. അമ്മ മാറും. അമ്മയുടെ തലയെ കാണും. അവന് വേഗനല്ലേ ആടി? രോഗം മരിച്ചാൽ എനിക്ക് വേദന. നീ ഓഫ് ചെയ്തായിരിക്കും.
കട്ട് ചെയ്യാൻ പോവാ. ഓക്കെ, I'm ready when you're ready. അമ്മച്ചി ബാത്റൂമിൽ പോയി. Oh, sick. Oh, God. നരമ്പ് മുറിയാണ്. നീ അവിടെ മുറിയാനൊന്നുമില്ല, കഴുത്ത് എല്ല് വരെ മുറിഞ്ഞു. Oh my God, that is so sick. അതിനേതാണ്ട് അങ്ങനെ മുറുക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലപോലെ ചോര ഉണ്ടായിരുന്നു. ഒരു കോഴിക്ക് അത്രയും രക്തം ഉണ്ടല്ലോ. അറുത്തുമ്പോ ചെണ്ടല്ലോ അങ്ങനെ ഇട്ട് മുറുക്കും. എപ്പോഴും ഞെക്കണ്ട. No, it accidentally, my finger goes off. Oh my God, that's real sick. Very graphic view. തല അവിടോട്ട് പോയി. Oh my God, that is so nasty. That is so nasty. Oh gee. എന്നത് കാണാമോ? മതിയല്ലോ. ബക്കറ്റിനകത്ത് Oh my God. Oh, that is sick. ബ്ലഡ് അങ്ങ് ഊറിപ്പോയി. ബ്ലഡ് അങ്ങ് യൂസ് ചെയ്ത് പോയി. Look over here, Dave. Okay, I didn't do it. Hold up. Look at that, America. Neka, madi. Ovije. വല്ലതും പറയണോ? മുമ്പേ പറഞ്ഞ ഏതാണ്ട് മടുപ്പുണ്ടെന്ന് പറഞ്ഞാ ഇന്നോ ഇങ്ങോട്ട് നോക്കാം. അമ്മച്ചി ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പറ. പറഞ്ഞോ എന്താ മഴ? അമേരിക്ക പാനായിട്ടിരിക്കുക. വരുന്നില്ലേ? മോളിയുണ്ട്, കുഞ്ഞുമോനുണ്ട്, എല്ലാരും അവിടെ ഉണ്ട്. മോളി പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുക. ശരി. ഇതിന് മുൻപൊരിക്കൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ അവസരത്തിൽ അന്ന് അമ്മയ്ക്ക് പാനാട് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഈ ചാനൊക്കെ ഉണ്ടായിരുന്നോണ്ട് തടസ്സം മാറി. അച്ഛൻ എവിടെ ഇട്ടിരിക്കെ? അച്ഛൻ ഇരിക്കെ. അവനത് അതുവല്ലോ അറിയാം. അമ്മയുടെ പേര് ചിന്നമ്മേന്നാന്ന് ഇപ്പഴാ അവന് പിടി കിട്ടിയ. പണ്ടായി അവിടെ ബീഹാറിൽ പോയപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിള്ളേരെ ഒന്നും കണ്ടില്ലല്ലോ. അങ്ങോട്ട് തിരിച്ചാൽ മതിയല്ലോ. പറഞ്ഞോ. ചേട്ടത്തിയോട് പറയാനുള്ളതോ? എന്താ പറയാനാ, അടിങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വരാനും പൈസ വേണ്ട. ആഗ്രഹമാണ്. വീട് കൂട്ടിയിട്ടാ ചില ട്രിപ്പിങ് ഓർമ്മ. ശരിയാ. ഓ 40 ദിവസത്തെ അവധിക്ക് വന്ന ബോറടിച്ചോ? ഇപ്പം ബോറടിച്ചില്ലയോ? ഇപ്പൊ എത്ര ദിവസമായി?
50 ദിവസം പോയത് തന്നെ അറിഞ്ഞു. അതിനിടയ്ക്ക് ആ. ഓട്ടം ചാട്ടമൊക്കെ ആയ കാരണം. ആ ഇതൊക്കെ ബിസി ആയിരുന്നോണ്ട് അറിയത്തില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ബോറടിച്ച് പോലെയാണ്. എന്നും യാത്രയും പരിപാടിയൊക്കെ ആണെങ്കിൽ അറിയത്തില്ല. അത് ശരി. ചുമ്മാതിരിക്കുമ്പോഴായി അറിയുമോ? അറിയാല. ഇങ്ങോട്ട് മാറുകയല്ലേ, കണ്ണ് കാണത്തില്ല. ഷർട്ടൊക്കെ ചൂടിട്ടോണ്ടിരിക്കുന്നത് മൂവി എടുക്കാം ഇതിനകത്ത് ടിവിക്കകത്ത് വരുന്നാലോ അല്ല പറ. അറിയാലെങ്കിലും ഇങ്ങ് വന്നോ. എനിക്ക് മനസ്സിലായി പടമൊക്കെ കണ്ടപ്പോഴേ. എന്റെ പിള്ളേരെ അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഓക്കെ. എന്തോ മോൻ്റെ പേരെന്തോ? ബ്ലസൻ. മോൻ്റെ പേരെന്തോ? വൈജു. എത്ര പഠിക്കുന്നു? 6 മോൻ എത്രല്ല പഠിക്കുന്നത്? 8. ബ്ലസൻ എന്നല്ലേ പറഞ്ഞു? ഓ, നല്ല പേരാന്നല്ലോ. ആ, ഇങ്ങോട്ട് മാറി നിന്ന് വേട്ടത്തോട്ട് മാറിയല്ലേ. എനിക്ക് കണ്ണ് കാണാൻ പ്രയാസം, വയസ്സൊക്കെ ആയി. എന്താ മോടെ പേരെന്താ? ഷൈനിയോ? ഓ, ദാറ്റ്സ് ഗുഡ്. അവിടെ ഒരു ഷൈനി ഉണ്ടല്ലോ, തന്നെ വരും. അതാരാ നീ? എനിക്ക് ഏകതില്ല. ഷാലു. ആഹാ. ഇതാ ഇവിടത്തെ അമ്മാമ്മയല്ലേ? എന്താ